തീവ്രവാദവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു സാഹചര്യം ഈ അടുത്ത കാലത്തേക്ക് വളരെയധികം മാറിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു? തീവ്രവാദ ശക്തികൾ അവിടെ ഉണ്ടായിരുന്നു, അതായത് മതതീവ്രവാദവുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ് ബംഗാളിൽ ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നത്. അന്ന് അന്ന് തീവ്രവാദം ഇന്നത്തെ രീതിയിൽ പിന്നീട് ചില സമയങ്ങൾ അതിൻ്റെ ഇതുണ്ടായിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് അതിനെപ്പറ്റി അന്വേഷിക്കേണ്ടതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അത് പിന്നെ ഈ ഫണ്ടമെൻ്റലിസം ധാരാളം ഉണ്ട് പലയിടത്തും. അതുപോലെ തന്നെ പിന്നെ അതുമായിട്ട് ചില വർഗീയ സംഘടനകളും പലയിടത്തും വൻതോതിലില്ലെങ്കിൽ പോലും പൊതുവേ എന്താണ് ബംഗാൾ പൊതുവെ എല്ലാ സമുദായത്തെ ആളും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ തന്നെയാണ് കഴിഞ്ഞിരിക്കുന്നത് ബേസിക്കലി. കാരണം ഒരേ ഭാഷ, ഒരേ വേഷം, എല്ലാത്തിൻ്റെ ഒരുപാട് യോജിപ്പുണ്ട് നമ്മുടെ മലയാളികളെ പോലെ തന്നെ. പക്ഷേ എപ്പോഴും അതിനകത്തൊരു പിന്നെ കുറച്ചുകൂടെ ഡിഫറെൻറ്റ് എലിമെൻറ്റ്സ് വരുമല്ലോ. അപ്പോൾ അത് അങ്ങനത്തെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനകത്തൊരു വലിയ തോതിൽ എനിക്ക് അതിനെപ്പറ്റി ഇടപെടാൻ പറ്റില്ല. ഒരു പാർത്ഥ ബർമൻ എന്ന് പറഞ്ഞ ഈ ഡാബർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അതിൻ്റെ ഒരാളെ കിഡ്നാപ്പ് ചെയ്തിരുന്നു. അത് 2001 പീരീഡിലൊക്കെ ആയിരിക്കും. അപ്പം കിഡ്നാപ്പ് ചെയ്ത് ഞാൻ നോർത്ത് 24 പ്രകാരം SP ആകുന്നതിന് മുമ്പാണ്. ആ ഏരിയയിൽ തന്നെയാണെന്ന് തോന്നുന്നു. അല്ല, അത് കൽക്കട്ടയിൽ നിന്നാണ്. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ 2001 ഓഗസ്റ്റിലാണ് നോർത്ത് 24 പ്രകാശ് ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യയുള്ള ജില്ലയാണ്. 1 കോടിയോളം ജനസംഖ്യ അന്ന് അത് ഒരു വർഷത്തിന് ഇന്ത്യയിൽ ഏറ്റവും വലുതായി. കാരണം മിഡ്നാപൂർ ജില്ല ആയിരുന്നു ഏറ്റവും ജനസംഖ്യ ഉണ്ടായിരുന്നത്. അത് 2 ഭാഗിക്കപ്പെട്ടു. അപ്പോൾ ആ സമയത്ത് 2002 തൊട്ട് ഈ ജില്ലയായി. 2003 വരെ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള, അപ്പോൾ അവിടെ ചില എലിമെൻസിനെ പറ്റി മനസ്സിലാക്കി അവിടെ നമ്മൾ അതിനെപ്പറ്റി അന്വേഷണം നടത്തുകയും ചിലരെ പിടിക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. അതിന് മുമ്പ് ഒരുപാട് വേറെ ഒന്നും വലിയ ഡെവലപ്മെൻറ്റ് ചിലയിടത്ത് എത്തി നമ്മളവിടെ അതിൻ്റെ അന്വേഷണം നടത്തിയിരുന്നു. ഈ പുരുലിയ കേസ് അത് എൻ്റെ സമയത്ത് തന്നെയാണ്. അന്ന് ഞാൻ കൽക്കട്ട പോലീസിലാണ്. ഇപ്പോൾ ബംഗാൾ പോലീസും കൽക്കട്ട പോലീസും 2 എൻറ്റിറ്റീസാണ്. ഇപ്പോൾ തമിഴ്നാട് പോലീസും കേരള പോലീസും എങ്ങനെയാണോ അതുപോലെയാണ്. അത് മിക്കവാറും ഒരുപാട് പേർക്ക് അറിയില്ല. അത് കാരണം അങ്ങനെയുണ്ട്. അതായത് ഈ 2 ആക്റ്റുകളാണ്. ഒന്ന് PRB, മറ്റേത് PRC. PRB എന്ന് പറഞ്ഞാൽ പോലീസ് റെഗുലേഷൻസ് ബംഗാൾ, മറ്റേത് കൽക്കട്ടയുടെയാണ് പോലീസ് റെഗുലേഷൻ കൽക്കട്ട. അന്ന് C ആയിരുന്നല്ലോ. അപ്പോൾ അത് ബ്രിട്ടീഷ് സമയത്താണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. അപ്പോൾ അത് കൽക്കട്ട പോലീസ് കമ്മീഷണറേറ്റ് ആയിരുന്നല്ലോ പണ്ട് തൊട്ടേ. ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് കമ്മീഷണറേറ്റിലൊന്നാണ്. ഇന്ത്യയിൽ നമ്പർ 1 സിറ്റിയുമായിരുന്നു കൽക്കട്ട. 1861 മറ്റോ പോലീസ് കമ്മീഷണറേറ്റ് ആയി. അപ്പോൾ അതുകൊണ്ട് അതൊരു അവിടുത്തെ പിന്നെ പോലീസിൻ്റെ ഈ പിന്നെ റെഗുലേഷൻസ് PRC അത് വേറെയാണ്. കമ്മീഷണർ ഓഫ് പോലീസ് ഡയറക്റ്റ്ലി റിപ്പോർട്ടിംഗ് ടു ഹോം മിനിസ്റ്ററാണ് ത്രൂ ഹോം സെക്രട്ടറി. അപ്പോൾ അതുപോലെ മറ്റേ DGP ആണെങ്കിൽ കമ്മീഷണർ പോലീസിൻ്റെ ബോസ് അല്ല, അവരുടെ ഈക്വൽ എൻറ്റിറ്റി. അത് കൽക്കട്ട പോലീസിൽ നിന്ന് ഒരിക്കലും ബംഗാളിലേക്കോ തിരിച്ചോ ട്രാൻസ്ഫർ അന്നില്ലായിരുന്നു. ഇപ്പോൾ അത് കുറേ മാറിയെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പം അവിടെ കൽക്കട്ട പോലീസിലായിരുന്നപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പം ഞാനന്ന് അവിടെ പല ചാർജിൽ ഉണ്ടായിരുന്നതിൽ ഒന്ന് അവിടുത്തെ ഒരു സെൻട്രൽ ലോക്കപ്പ് എന്നുണ്ട്. കൽക്കട്ടയിലെ എല്ലാ പോലീസ് സ്റ്റേഷനിൽ നിന്നും പിന്നെ ചെറിയ കേസിലൊക്കെയാണ് അവിടുന്ന് തന്നെ അങ്ങ് വിടും. പക്ഷേ ഇത് ഒരു പിന്നെ കുറേ നാൾ പിന്നെ ഈ എന്താണ് പോലീസ് റിമാൻഡിലൊക്കെ കിട്ടുന്നവരും വളരെ ഇമ്പോർട്ടൻറ്റ് കേസുകളിലൊക്കെ ഉള്ളവരെ എല്ലാം വയ്ക്കാൻ സെൻട്രൽ ലോക്കപ്പ് എന്ന് പറഞ്ഞിരണം ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സിനുണ്ട്. ഒരു 4 നില വലിയ കെട്ടിട ചെറിയ മിനി ജയിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇൻചാർജ് ആയിരുന്നു ഞാൻ. അപ്പോൾ അവിടെയാണ് ഇവരെ കൊണ്ടുവന്നത്. ഈ പുരുളിയ ഡ്രോപ്പ് കേസിലെ കുറേ ലാറ്റ്വിയൻസോ എന്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ഞങ്ങൾ യൂണിഫോമൊക്കെ അന്നാണ് തുടങ്ങിയത്. ഞാനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അവിടെ ഇപ്പോഴത്തെ തടവുകാർക്ക് യൂണിഫോം തുടങ്ങി. അതായത് അവിടെ പലരും ആത്മഹത്യ ചെയ്തിരുന്നു. മിക്കവാറും ഓരോ വർഷം ഓരോരുത്തർക്കും. എൻ്റെ സമയത്ത് ഈശ്വരായകനോട് 2-2.5 വർഷത്തോളം ഞാൻ അവിടെ ആ പോസ്റ്റിലായിരുന്നു. പിന്നെ DC റിസർവ് ഫോഴ്സ് ആൻഡ് ആംസ് ആക്ട് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എൻ്റെ പല വർക്കുകളിലൊന്നായിരുന്നു ഇത്. അപ്പോൾ എൻ്റെ സമയത്ത് ആരും മരിച്ചില്ല. ഇത് ഒന്ന് യൂണിഫോമാണ്. കാരണം പലപ്പോഴും ഇടുന്ന ഉടുപ്പ് തന്നെ കയ്യിലൊക്കെ ഉടുത്തും അത് ഉപയോഗിച്ചും ഒക്കെ അവർ ആത്മഹത്യ അങ്ങനെയൊക്കെയുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും അങ്ങനെ നടന്നില്ല. അതിനൊരു കാരണം ഇതാണ്. ഇപ്പോൾ ഞങ്ങൾ CCTV അവിടെ വെച്ചു ആദ്യമായിട്ട്. അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിരുന്നു. അപ്പോൾ അവരവിടെ ഉണ്ടായിരുന്നു. അവരെ ഇടയ്ക്ക് ഞാൻ വിസിറ്റ് ചെയ്യുമ്പോൾ അവിടെയൊക്കെ പോയി കാണാറുണ്ട്. ഒരാഴ്ചയോ 10 ദിവസമൊക്കെ ഉണ്ടായിരുന്നു അവർ. സത്യത്തിൽ അത് എന്തായിരുന്നു ആ കേസ്? എനിക്കതിനെപ്പറ്റി വളരെ ശരിയായിട്ട് അറിയില്ല. പക്ഷേ എന്നാലും അത് പിന്നെ മനസ്സിലാക്കിയെടുത്തോളം ഇത് ഈ ആംസ് അവിടെ ഡ്രോപ്പ് ചെയ്ത് അവിടെ നമ്മുടെ ഒഫീഷ്യൽ വേർഷൻ ഞാൻ കേട്ടിടത്തോളം അത് ആനന്ദമാർഗത്തിന് വേണ്ടിയായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അത് എനിക്കറിയില്ല. അത് അങ്ങനെ ആകാൻ സാധ്യതയുണ്ട്. ആനന്ദമാർഗത്തിൻ്റെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് അവിടെ ആയിരുന്നു. ബീഹാറിൻ്റെയും പിന്നെ വെസ്റ്റ് ബംഗാളിൻ്റെ ബോർഡറിലായിട്ടാണ്.
അപ്പോൾ ആനന്ദമാർഗവും അന്നത്തെ ഭരിക്കുന്ന ഗവൺമെൻറ് വളരെ സംഘർഷമായിരുന്നു. കുറേ ആനന്ദമാർഗ സ്വാമിമാരെ ഒരു 8 പേരെയോ മറ്റോ ജീവനോടെ എരിച്ചു വന്നു ഹൗറയിൽ. അതിലൊരു തമിഴ്നാട്ടുകാരനുണ്ടായിരുന്നു. അത് 1984 ഞാൻ വരുന്നതിന് മുമ്പായിട്ടാണ്. അത് ജീവനോട് അവർ ഇവരെ എന്താണ് കുട്ടികളെ പിടിക്കുന്ന എങ്ങനെയെന്ന് ഒരെണ്ണം സൃഷ്ടിച്ചിട്ട് അവരിൽ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് അവരെ ആക്രമിച്ച് അവർ കൊന്നു. അപ്പോൾ ഇവരൊരു പുതിയൊരു വേറൊരു ഐഡിയോളജിയാണല്ലോ ഇവരുടെ പ്രൗട്ടിസം എന്നൊക്കെ പറഞ്ഞൊരു ഐഡിയോളജി കൂടെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അത് അവസാനം അത് അന്നെന്തോ കുറേ സപ്പോർട്ട് ഇതിന് മുമ്പുണ്ടാവണം, പക്ഷെ പിന്നെ അത് ഇല്ലാതായി. പക്ഷെ അപ്പോൾ അതുമായിട്ട് എന്താണ് ബന്ധം എന്ന് 100% ഞാൻ നേരിട്ട് നോക്കാണ്ട് എനിക്ക് അറിയില്ല. പക്ഷേ അത് പിന്നെ ആ കേസിൽ ഡ്രോപ്പ് ചെയ്ത ആയുധങ്ങൾ പലതും പിന്നെ നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അത് പലയിടത്തും കൈമാറി ഞാൻ ബീർഭൂം ഡിസ്ട്രിക്റ്റിലുണ്ടായിരുന്നപ്പോൾ അതുപോലെ അന്ന് ബർദ്വാനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ബീർഭൂമിൽ നിന്ന് തന്നെ അതിൻ്റെ വിവരങ്ങൾ കഴിഞ്ഞ് ബർദ്വാനിൽ അങ്ങനെ 2-3 അവിടുന്ന് വന്ന ആയുധങ്ങൾ ഞങ്ങൾക്ക് പിന്നീട് വേറെ ഏതെങ്കിലും ക്രിമിനൽസിൻ്റെ കയ്യിൽ അതങ്ങനെ കിട്ടിയിട്ടുണ്ട്.